ദൈവത്തിനു സ്തോത്രം. ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം ദൈവവചനത്തിൽ ലോഗോസ് എന്താണെന്നും റൈമ എന്താണെന്നും നമുക്ക് അല്പമായി ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമാലേഖനം 10:7 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഹിയർ പോൾ റിപ്പീറ്റ് ദ തോട്ട് ഓഫ് വേഴ്സ് 14. ഹിയറിംഗ് ഷുഡ് റിസൾട്ട് ഇൻ ഫെയ്ത്ത് ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ജൂസ് ഇറ്റ് ഡിഡ് നോട്ട് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അഥവാ ഇവിടെ ആ 14-ാം വാക്യത്തിലെ ചിന്ത പൗലോസ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കേൾവി വിശ്വാസത്താൽ വരുന്നു, എന്നാൽ യഹൂദന്മാരുടെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തുടർന്ന് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വൈ ഡിഡ്ന്റ് ദ ജൂസ് ബിലീവ്? വാസ് ഇറ്റ് ബിക്കോസ് ദേ ഡിഡ്ന്റ് ഹിയർ ദ ഗോസ്പൽ? നോ, because the gospel had been preached to the ends of the world. Here Paul quotes from Psalms 19:4. The Jews had heard but they hadn't heeded എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടാണ് യഹൂദന്മാർ വിശ്വസിക്കാതിരുന്നത്? അവർ സുവിശേഷം കേൾക്കാഞ്ഞതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. കാരണം സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെട്ടു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ സങ്കീർത്തനം 19:4 നിന്ന് പൗലോസ് ഉദ്ധരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ യഹൂദന്മാർ കേട്ടു, എന്നാൽ അവർ അത് ശ്രദ്ധിച്ചില്ല എന്ന കുറ്റമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും അടുത്ത വാക്യത്തിൽ വൈ ഡിഡ്ന്റ് ദ ജൂസ് heed the gospel? Was it because they didn't understand the word of God, the gospel? No, they certainly understood it. Their own scripture spoke clearly of the coming of Christ. ഇവിടെ വീണ്ടും പറയുകയാണ്, എന്തുകൊണ്ടാണ് യഹൂദന്മാർ സുവിശേഷം ശ്രദ്ധിക്കാതിരുന്നത്? അവർക്ക് ക്രിസ്തുവിന്റെ വചനം, സുവിശേഷം മനസ്സിലാകാഞ്ഞിട്ടാണോ? അല്ല, അവർ തീർച്ചയായും അവർ അത് മനസ്സിലാക്കി. അവരുടെ തിരുവെഴുത്തുകൾ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും 21-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ therefore the Jews both heard and understood the gospel. Why then did they not heed it? Because they were disobedient and obstinate people എന്ന് താൻ അവിടെ പറയുകയാണ്. വീണ്ടും അൺബിലീഫ് ഈസ് ഓൾവേസ് ഡിസൊബീഡിയൻസ് ഇൻ ഗോഡ്സ് ഐസ്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അഥവാ അതുകൊണ്ട് യഹൂദന്മാർ സുവിശേഷം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അവർ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനമായിരുന്നു. യെശയ്യാ പ്രവചനം 65:2 നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരുടെ ആ അവിശ്വാസം ദൈവദൃഷ്ടിയിൽ എപ്പോഴും അത് അനുസരണക്കേടായിരുന്നു എന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, സുഖവും ദുഃഖവും, വിജയവും പരാജയവും, വെളിച്ചവും ഇരുളും, സന്തോഷവും സന്താപവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇവയെ സമചിത്തതയോടെ സമന്വയിപ്പിച്ച മനസ്സിന്റെ ഉള്ളിൽ ക്രിയാത്മക ചിന്തകൾ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ നാം പ്രതിസന്ധികളിൽ പതറാതെ മുന്നേറൂ. ജീവിത മൂല്യങ്ങളിൽ അടിയുറച്ച് ഒഴുക്കിനെതിരെ നീന്തുവാൻ നാം കരുത്താർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ആ കരുത്ത് ലോകപ്രകാരമുള്ള യാതൊരു വിധമാകുന്ന എക്സർസൈസിലൂടെ നമുക്ക് ലഭിക്കത്തില്ല. അത് ദൈവത്തിന്റെ വചനം ഉള്ളിൽ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ കരുത്ത് ആർജിച്ചെടുത്ത് പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നാം
മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതേ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ ലോഗോസ് എന്ന ആ തിരുവെഴുത്ത് അത് പൂർണ്ണമായി എഴുതപ്പെട്ട തിരുവെഴുത്താണ്. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് അത് റേമയായി പരിണമിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിലനിന്ന് ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് വീണ്ടും നാം ഓർത്തിരിക്കുക. ദൈവാകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധനു നയനം, ചെകിടനു ശ്രവണം, രോഗിക്കു സൗഖ്യം തിരുവചനം. ആത്മാഭിഷേകം നൽകും വചനം, യേശുവിൻ സ്നേഹം തിരുവചനം. കാറ്റും കോളും ദൂരയകറ്റും, ജീവിതഭാരം ലഘുവായി തീരും. കാറ്റും കോളും ദൂരയകറ്റും, ജീവിതഭാരം ലഘുവായി തീരും. ആത്മാവായ വചനം, ജീവനായ വചനം, യേശുവിന്റെ വചനം എന്നിൽ നിറയട്ടെ. ആത്മാവായ വചനം, ജീവനായ വചനം, യേശുവിന്റെ വചനം എന്നിൽ നിറയട്ടെ.